നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശങ്കുട്ടി ദാസ് എന്ന് വിളിക്കുന്ന ശങ്കുജിയുടെ അടുത്താണ്. ഷൊർണൂർ മണ്ഡലത്തിലാണ്. ഇന്ന് വലിയൊരു ആഘോഷം കൂടിയാണ്, അദ്ദേഹത്തിന്റെ പിറന്നാൾ കൂടിയാണ്. അപ്പൊ അതുകൂടി വലിയൊരു ആഘോഷമായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമുക്ക് ഷൊർണൂർ ഇങ്ങോട്ട് എടുക്കുമോ എന്ന് തന്നെ നോക്കാം നമുക്ക്. ശങ്കുജി നമസ്തേ. നമസ്തേ. ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഭക്ഷണമൊക്കെ കഴിച്ച് ഗംഭീരമായിട്ടിരിക്കുകയാണ് അല്ലെ? ഒരു മിനിറ്റ് പോലും ഒഴിവില്ല. ഒരു മിനിറ്റ് പോലും ഒഴിവില്ല. 3:15 പിറന്നാളിന് സദ്യ ഉണ്ടത്. പക്ഷെ സദ്യയിൽ ഉണ്ടാൻ പറ്റിയെന്നുള്ളതൊരു സന്തോഷം. ഇവിടെ പിഷാരടിയിലാണ് ഷൊർണൂര്. അമ്മയൊക്കെ വന്നിരുന്നു നാട്ടിൽ നിന്ന്. അപ്പൊ അവരൊക്കെ കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ കഴിച്ചത്. ഇനി ഇറങ്ങിയായി. ഇനി ഒരു യുവമോർച്ച കുട്ടികളുടെ നേതൃത്വത്തിൽ ഒരു പിറന്നാൾ ആഘോഷം അവരവിടെ ചെർപ്പളശ്ശേരി നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് കേക്ക് മുറിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് പോണം. കഴിഞ്ഞ 6 മണിക്കാണ് നമ്മുടെ പ്രകടന പത്രികയുടെ പ്രകാശനം. അതിവിടെ സമുദ്ര റെജൻസിയിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് അവിടെ ഒരു മീഡിയ ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് റോട്ടറി ക്ലബ്ബിൽ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം ഉണ്ട്. 3 സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ റുട്ടീൻ ഇവാലുവേഷൻ യോഗം. കാരണം ഇന്ന് മഹാസമ്പർക്കത്തിന്റെ ദിവസമാണ്. ഞായറാഴ്ച ദിവസം മറ്റ് സ്ഥാനാർത്ഥി പരിപാടികളൊന്നുമില്ല. കീ വോട്ടർ സമ്പർക്കമോ ഗൃഹസമ്പർക്കമോ അല്ലെങ്കിൽ വാഹന പര്യടനം ഒന്നുമില്ല. എല്ലാ ബൂത്തിലും എല്ലാ പ്രവർത്തകരും വീടുകളിലേക്ക് പോകുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ മുതൽ പ്രവർത്തകരെല്ലാവരും ആളുകളുടെ വീടുകളിൽ പോകുന്നുണ്ടാവും. സ്ഥാനാർത്ഥി പറ്റുന്നത്ര ബൂത്തുകൾ ഇന്ന് സന്ദർശിക്കും. ഇന്ന് ഈ മണ്ഡലത്തിലുള്ള 6 പഞ്ചായത്തിലും 2 മുനിസിപ്പാലിറ്റിയിലുമായിട്ട് ഏതാണ്ട് 50ഓളം വീടുകളിലേക്ക് സ്ഥാനാർത്ഥി എത്തും. അതിനുശേഷം വൈകുന്നേരം ഇവരെ എല്ലാവരും കൂട്ടിയിരുത്തിയിട്ട് ഇന്നത്തെ പ്രവർത്തനത്തിന്റെ ഒരു അവലോകനം, ഇനിയുള്ള 3 ദിവസങ്ങൾ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആലോചനയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി ഒരു ഒഴിവില്ലാത്തൊരു ദിവസമാണ് ഇന്ന്. ശങ്കുജി, നമ്മൾക്കറിയാം എല്ലാം ശരിയാകും എന്നുള്ളൊരു മുദ്രാവാക്യത്തോടു കൂടിയാണ് കഴിഞ്ഞ 5 വർഷമായാലും അതിന് മുമ്പത്തെ 5 വർഷമായാലും 10 വർഷം അങ്ങനത്തെ ഈ ഷൊർണൂർ മണ്ഡലത്തിന് അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചപ്പോ എന്താണ് മനസ്സിലായത്? ശരിയായോ, ഇനി അതോ ശരിയാക്കിയോ? എങ്ങനെയാണ് അത് തോന്നുന്നത്? നമുക്ക് ഷൊർണൂർ മണ്ഡലം സ്വാഭാവികമായി ശരിയായിരുന്ന ഒരു മണ്ഡലമാണ്. ആ ഷൊർണൂരിനെ വഷളാക്കുകയാണ് ഇവർ ചെയ്തതെന്നുള്ളത്. ശരിയാക്കല്ല, ഷൊർണൂരിനെ ശരിക്കും വഷളാക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഷൊർണൂരിന് ഒരുപാട് ചരിത്രപരമായും സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും ഒക്കെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു. പഴയ കേരളത്തിലെ ഏറ്റവും വികസിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്ന് ഷൊർണൂരാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും റെയിൽവേ ആരംഭിക്കുന്ന സമയത്ത് സദേൺ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷൻ വന്നത് ഷൊർണൂരിലാണ്. കേരളത്തിലെ തന്നെ ആദ്യകാലത്ത് ഉരുക്ക് വ്യവസായങ്ങൾ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികളെല്ലാം ആരംഭിക്കുന്നത് ഷൊർണൂരിലാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ആയുർവേദ ആശുപത്രി, കേരളീയ ആയുർവേദ സമാജം, അത് ആരംഭിക്കുന്നത് ഷൊർണൂരിലാണ്. വിവേകാനന്ദ സ്വാമികൾ കാലുകുത്തിയത് കേരള സന്ദർശനത്തിന് വേണ്ടിയിട്ട് വന്നത് ഷൊർണൂരിലാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രാധാന്യം ഷൊർണൂരുണ്ട്. എന്തുകൊണ്ട് ഇതെല്ലാം ഷൊർണൂരിന് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷൊർണൂരിന്റെ ഒരു സ്ഥല പ്രാധാന്യമാണ്. അതായത് തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും ഏതാണ്ട് ഒരേ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇക്വിഡിസ്റ്റന്റ് പോയിന്റ് ആണ്. അതേപോലെ തന്നെ ഭൂമിയുടെ ലഭ്യത കൂടുതലുള്ള സ്ഥലമാണ്. ജനസാന്ദ്രത കുറവുള്ള പ്രദേശമായതുകൊണ്ട് വ്യവസായങ്ങൾക്കാവട്ടെ കൃഷിക്കാവട്ടെ ഭൂമിക്ക് ബുദ്ധിമുട്ടില്ല. ആളുകൾക്ക് എത്തിച്ചേരാൻ പ്രയാസമില്ലാത്ത സ്ഥലമാണ്. റെയിൽവേ കണക്ഷനും ഈ കണക്ടിവിറ്റി കൂടുതലായതുകൊണ്ട്, ട്രെയിൻ ആയതുകൊണ്ട് ആളുകൾക്ക് വരാൻ സാധിക്കും. അതേപോലെ തന്നെ സാമഗ്രികൾ കൊണ്ടുവരാൻ, റോ മെറ്റീരിയലുകൾ കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട്. ജലത്തിന്റെ ലഭ്യത വളരെ കൂടുതലാണ്. കാരണം 2 പുഴകൾ ചേർന്ന് ഒഴുകുന്ന സ്ഥലമാണ്. തെക്ക് ഭാരതപ്പുഴയും വടക്ക് തൂതപ്പുഴയും ഇങ്ങനെ തൊട്ട് ഒഴുകുന്നത് കൊണ്ട് ഇത്രയും പ്രകൃതിദത്തമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ആദ്യകാലം മുതൽക്കേ ഷൊർണൂരിന് ഒരു മേന്മയോ അഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷേ അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ജനാധിപത്യ കേരളത്തിൽ 2 മുന്നണികൾ മാറി മാറി നമ്മുടെ കേരളത്തെ ഭരിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ ആ പഴയ ഷൊർണൂരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഷൊർണൂർ മുന്നോട്ടല്ല പോയത്, ഷൊർണൂർ പുറകോട്ടാണ് പോയത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 നഗരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റി പെടുവോ അല്ലെങ്കിൽ ചെർപ്പളശ്ശേരി പെടുവോ? ഇല്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള വികസനത്തിന് ആനുപാതികമായി ഷൊർണൂർ അർഹിച്ച മട്ടിലുള്ള ഒരു പുരോഗതിയോ ക്ഷേമമോ വളർച്ചയോ ഷൊർണൂരിന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ 2 മുന്നണികൾ, ഞാൻ ഇടതുപക്ഷത്തെ മാത്രം പറയുന്നില്ല, പക്ഷെ അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. കാരണം കൂടുതൽ സമയം ഭരിച്ചിട്ടുള്ളത് അവരാണ്. ഷൊർണൂർ നിയോജക മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് 2011-ലാണ്. ആ 2011 മുതൽ തുടർച്ചയായി 3 വട്ടവും CPM-ന്റെ MLA ആണ് ഈ ഷൊർണൂരിൽ ഉണ്ടായിട്ടത്. എന്നാൽ ഷൊർണൂരിന്റെ ഈ പറയുന്ന സ്വാഭാവികമായിട്ടുള്ള സവിശേഷതകളെ പരിപോഷിപ്പിക്കാനോ ഷൊർണൂരിന്റെ വികസന സാധ്യതകളെ വേണ്ടവണ്ണം മനസ്സിലാക്കി അത് പഠിച്ച് അതിനെ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും അതിലേക്ക് വേണ്ട സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സഹായങ്ങൾ കൊണ്ടുവരാനോ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഷൊർണൂരിന് ഇന്ന കാര്യങ്ങൾ സാധ്യതയുണ്ട് അങ്ങനെ പഠിച്ചൊരു റിപ്പോർട്ടാക്കി അത് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ച് അതിന് അനുമതി മേടിച്ച് അതിലേക്ക് വേണ്ട ഫണ്ട് സമാഹരിക്കാനോ ആ നിലയ്ക്കുള്ള ദീർഘദർശനമുള്ള ആ ഭാവനാത്മകമായിട്ടുള്ള ഭാവിയെ കരുതിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നോക്കൂ,
നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഒരു ദിവസം 90,000 ആളുകൾ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. എന്നാൽ ആ റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യം പോലും വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു, പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ഇപ്പൊ 2025 നരേന്ദ്രമോദി സർക്കാരിന്റെ അമൃത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി 26 കോടി രൂപ മുടക്കിയിട്ട് സ്റ്റേഷൻ നവീകരിച്ചപ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന മട്ടിലുള്ള ആധുനിക സൗകര്യങ്ങളുള്ള ഒരു മാന്യമായിട്ട് റെയിൽവേ സ്റ്റേഷനായിട്ട് അത് മാറുന്നത്. അതിന് സ്റ്റേഷന്റെ അവസ്ഥ തന്നെ വളരെ മോശമായിരുന്നു. മൂക്ക് പൊത്താതെ അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സ്റ്റേഷനായിരുന്നു. ആ റെയിൽവേയുടെ വികസനം പോലും പൂർത്തിയായിട്ടില്ല. കാരണം ഷൊർണൂർ സ്റ്റേഷന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതിനൊരു ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷനായി കൺവേർട്ട് ചെയ്യണം. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ദീർഘദൂര ട്രെയിനുകളൊന്നും ഷൊർണൂരിന്റെ മെയിൻ സ്റ്റേഷനിൽ എൻ്റർ ചെയ്യില്ല. ഒരു ഷൊർണൂരിനെ ബൈപ്പാസ് ചെയ്ത് പോവുക ചെയ്യാം. പാലക്കാടോ തൃശ്ശൂരോ ഒക്കെയാണ് സ്റ്റോപ്പ് ഉണ്ടാവുക. അവിടുന്ന് പിന്നെ വണ്ടി വിളിച്ച് ഷൊർണൂരിലേക്ക് വരണം. ഇത് പരിഹരിക്കാൻ വലിയ ദീർഘദൂര ട്രെയിനുകൾ ഷൊർണൂരിൽ നിർത്തണമെങ്കിൽ ഇതിനെ ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ പോലും ഇതുവരെയായിട്ട് നമ്മൾ തയ്യാറാക്കി സമർപ്പിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം നടത്തുക, മുദ്രാവാക്യം വിളിക്കുക എന്നല്ലാതെ അതിന് വേണ്ടിയിട്ട് നിയമപരമായിട്ടും സാങ്കേതികമായിട്ടും ചെയ്യേണ്ടതായിട്ട് ഒരു നടപടിക്രമവും നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നിലമ്പൂർ നഞ്ചങ്കോട് പാത. ഷൊർണൂരിലേക്കുള്ള തീവണ്ടികളുടെ എണ്ണവും യാത്രക്കാരുടെ എണ്ണവും വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ചൊരു പദ്ധതിയാണ് നിലമ്പൂർ നഞ്ചങ്കോട് പാത. അതിന് കേന്ദ്രത്തിന്റെ അംഗീകാരം ഉള്ളതാണ്. 2016-2017 റെയിൽവേ നോട്ട്ബുക്കിൽ 6,000 കോടി രൂപ നിലമ്പൂർ നഞ്ചങ്കോട് പാതയ്ക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അന്ന് DPR തയ്യാറാക്കാൻ വേണ്ടി DMRCനെ ചുമതലപ്പെടുത്തുകയും ചെയ്തതാണ്. 2 കോടി രൂപയുടെ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്താണ്. എന്നാൽ LDF സർക്കാർ വന്നപ്പോൾ ഈ പാതയ്ക്കുള്ള തത്വത്തിലുള്ള അംഗീകാരം പിൻവലിക്കുകയും ഈ 2 കോടി അഡ്വാൻസ് പേയ്മെന്റ് പിൻവലിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിന്റെ നഷ്ടം സഹിച്ചത് ഷൊർണൂരാണ്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട റെയിൽവേ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ആവശ്യപ്പെടുന്നുണ്ട്. റെയിൽവേക്ക് ധാരാളം ഭൂമിയുള്ള സ്ഥലമാണ്. ആ റെയിൽവേയുടെ ഭൂമി, കാരണം നല്ല ആശുപത്രികൾ വേറെ ഇല്ല. ഈ മണ്ഡലത്തിൽ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള, അത്യാധുനിക സൗകര്യങ്ങളുള്ള നല്ലൊരു ആശുപത്രി ഇല്ല. അങ്ങനെ ഒരു അത്യാവശ്യം വന്നെങ്കിൽ ആളുകൾ ഒറ്റപ്പാലത്തേക്കോ പാലക്കാട്ടേക്കോ പോകേണ്ട അവസ്ഥയുണ്ട്. അത് പരിഹരിക്കാൻ റെയിൽവേയുടെ ഭൂമിയിൽ റെയിൽവേയുടെ നേതൃത്വത്തിൽ തന്നെ എല്ലാ ആധുനിക സങ്കേതങ്ങളും ഉള്ള ഒരു റെയിൽവേ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കേന്ദ്രം തയ്യാറാണ്. പിന്നെ നമ്മൾ എന്ത് വേണം, നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ തയ്യാറാക്കി അതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അവിടെ ലേസൺ വർക്ക് നടത്തി അവിടെ ആ കാര്യം അംഗീകരിപ്പിച്ചെടുത്ത് അത് നടത്തിയെടുക്കാനുള്ള അടിസ്ഥാന പശ്ചാത്തല സൗകര്യം നമ്മളിവിടെ ഒരുക്കേണ്ടതുണ്ട്. ആ നിലയ്ക്കൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. പിന്നെ വികസനം, ഉരുക്ക് വ്യവസായത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ജംഷഡ്പൂർ ആവും ഷൊർണൂർ എന്നാ പറഞ്ഞിരുന്നത്. അത്രയും പേരെ ഇൻഡസ്ട്രീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇൻഡസ്ട്രികൾ പകുതിയിലേറെ പൂട്ടിപ്പോയി, ബാക്കിയുള്ളത് നാമമാത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാരിന് തന്നെ 4 ഏക്കറിലോ 5 ഏക്കറിലോ മിനറൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. വിരലിലുണ്ടാവുന്ന തൊഴിലാളികൾ മാത്രമേ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുള്ളൂ. സിംകോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. അവർ എന്നോട് പറഞ്ഞത് 10 വർഷം മുമ്പ് വരെ 350-400 തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന അവിടെ ഇപ്പോൾ ഉള്ളത് 30 തൊഴിലാളികൾ മാത്രമാണ്. അതായത് നെയിംസേക്ക് ആയിട്ട് അവിടുത്തെ പ്രവർത്തനം നടക്കുന്നു. അവിടുത്തെ പ്രൊഡക്ഷന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. പണ്ടൊക്കെ ഊട്ടിയിലും നീലഗിരിയിലും അതേപോലെ തന്നെ ഇവിടെ ഇടുക്കിയിലും ഒക്കെ തേയിലത്തോട്ടത്തിൽ കൃഷി ഇടങ്ങി ഈ ഷൊർണൂരിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ പിക്കാക്സും ഈ കൈക്കോട്ടും ഒക്കെ എത്തണമായിരുന്നു. ഇന്നിപ്പോ വേറെ മാർക്കറ്റുകൾ അവർക്ക് സുലഭമായി കിട്ടി. ഷൊർണൂരിന്റെ ഡിമാൻഡ് ഇല്ലാണ്ട് അതിന്റെ അവിടുത്തെ പ്രൊഡക്ഷൻ അത്രയും കുറഞ്ഞു. അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ കൂടുതൽ വ്യവസായികളെ ഇങ്ങോട്ട് ആകർഷിക്കാനും അവർക്ക് ലാഭകരമായിട്ട് ഇവിടെ വ്യവസായം നടത്താനും സാധിക്കുന്ന വണ്ണം പാലക്കാടിലെ ഇൻഡസ്ട്രിയൽ സോണിന്റെ മാതൃകയിൽ ഒരു മിനി ഇൻഡസ്ട്രിയൽ സോൺ ഷൊർണൂരിന് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് എത്തിച്ചേരാനുള്ള സൗകര്യം നോക്കൂ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇക്വി ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഷൊർണൂർ. നമ്മൾ ടെക്നോ പാർക്ക് ആരംഭിച്ചപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ് ആരംഭിച്ചത്. വടക്കൻ കേരളത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടല്ല, അത്രയും ദൂരെ യാത്ര ചെയ്യണ്ടേ. യഥാർത്ഥത്തിൽ അങ്ങനത്തെ പദ്ധതികൾ കൊണ്ടുവരാൻ ഏറ്റവും നല്ല സ്ഥലം ഷൊർണൂരാ. എല്ലാ സ്ഥലത്തുള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ എളുപ്പമാണ്. കോയമ്പത്തൂരിൽ നിന്ന് വരെ ആളുകൾക്ക് വരാൻ, ജോലി ചെയ്യാൻ എളുപ്പമുള്ള സ്ഥലമാണ്. അപ്പോൾ ഷൊർണൂർ കേന്ദ്രീകരിച്ച് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന IT പാർക്ക് പോലെയുള്ള പദ്ധതികൾ. റെയിൽവേ സ്റ്റേഷൻ നന്നായി, പക്ഷേ റെയിൽവേ സ്റ്റേഷനോട് അനുബന്ധ സൗകര്യങ്ങൾ നന്നായിട്ടില്ല. അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. നല്ല ഹോട്ടലുകൾ, നല്ല റെസ്റ്റോറന്റുകൾ, നല്ല വിശ്രമ സ്ഥലങ്ങൾ, അങ്ങനത്തെ നഗരം അതിനനുസരിച്ച് വികസിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വലിയ പോരായ്മയുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പോലും ഇപ്പൊ കുടിവെള്ളം ഇല്ലാത്ത 4 പഞ്ചായത്തുകൾ, കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള 4 പഞ്ചായത്തുകളിൽ അത് വളരെ രൂക്ഷമാണ്. 2 പുഴ ഒഴുകുന്ന സ്ഥലമാണെന്ന് ആലോചിക്കണം. ഈ വെള്ളത്തെ, സുലഭമായി കിട്ടുന്ന വെള്ളത്തെ ശുദ്ധീകരിച്ച് ട്രീറ്റ്മെന്റ് പ്ലാന്റിലൂടെ പ്യൂരിഫിക്കേഷൻ നടത്തിയിട്ട് ആളുകൾക്ക് കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്കിങ് ഗ്രേഡ് വാട്ടർ ആക്കിയിട്ട് കൊടുക്കാനുള്ള ഒരു വിഷനാണ് ഇവിടെ ഇല്ലാത്തത്. വെള്ളമല്ല ഇല്ലാത്തത്, അതിനുള്ള സൗകര്യമല്ല ഇല്ലാത്തത്. അത് നടത്തണം എന്നുള്ള ഇച്ഛാശക്തിയാണ് ഇല്ലാത്തത്. അതേപോലെ റോഡുകൾ ഏറ്റവും മോശം റോഡുകളാണ്. അതായത് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏത് നിയോജക മണ്ഡലം എടുത്ത് നോക്കിയാലും ഏറ്റവും മോശം റോഡുകളുള്ള സ്ഥലമാണ് ഷൊർണൂർ. അത് ഒരു സ്വാഭാവികതയായി മാറിയിരിക്കുന്നു. ഞാൻ പല സ്ഥലത്തും പ്രചരണത്തിന് പോയപ്പോൾ വാഹനം പോകാത്തത് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് നടന്നു പോകേണ്ട സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഴിവിളക്കില്ലാത്തത് കൊണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കാറിന്റെ ലൈറ്റ് അടിച്ച്
ആ ലൈറ്റിൽ നിന്ന് പ്രസംഗിക്കേണ്ടി വന്നിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ പരിമിതിയുണ്ട്. ഒന്ന് ആലോചിക്കണം, ഒരു ഗവൺമെന്റ് കോളേജ് ഇല്ല ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ. 15 കൊല്ലം CPM MLA ഉണ്ടായിരുന്ന, അതിൽ 10 കൊല്ലം CPM ഭരണം ഉണ്ടായിരുന്ന, എന്ത് കാര്യം അനായാസം നടത്താൻ പറ്റുമായിരുന്ന ഒരു സ്ഥലത്ത് ഒരു സർക്കാർ കോളേജ് കൊണ്ടുവരാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നല്ല ആശുപത്രികളില്ല. അപ്പൊ അടിസ്ഥാന സൗകര്യം മുതൽക്ക് പ്രശ്നമാണ്. ഭാവിയെ കരുതിയിട്ടുള്ള വികസനപരമായിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് ഉണ്ടായിട്ടില്ല. കേവലം താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഈ വാദകോലാഹലങ്ങളും ചെളിവാരിയറുകളും അല്ലാണ്ട് യഥാർത്ഥ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ ശരിക്കും ഷൊർണൂർ ഇടം പിടിച്ചിട്ടേ ഇല്ല. നമ്മുടെ നിയമസഭാ ചർച്ചകളിൽ ഷൊർണൂരിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ശബ്ദം ഉയർന്നു കേട്ടിട്ടില്ല. ഷൊർണൂരിന്റെ MLA നമ്മൾ അങ്ങനെ വളരെ ലൈവായി, ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയല്ല, പക്ഷെ അദ്ദേഹം ഒരു നോൺ പെർഫോമിംഗ് MLA ആയിരുന്നുള്ളതിന്റെ രാഷ്ട്രീയ വിമർശനം കൂടിയാണ്. ഷൊർണൂരിലുള്ള ആളുകളുടെ വിമർശനമാണത്. കാരണം അദ്ദേഹം ഷൊർണൂരിന് വേണ്ടി സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തെ വളരെ സജീവമായി കണ്ടിട്ടില്ല, ഈ മണ്ഡലത്തിലോ നിയമസഭയിലോ കണ്ടിട്ടില്ല. ഷൊർണൂർ എന്നുള്ള വാക്ക് കഴിഞ്ഞ കേരള ബജറ്റിൽ ഒരു തവണ മാത്രമാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവഗണിക്കപ്പെട്ട അനാസ്ഥ കൊണ്ട്, പിടിപ്പുകേട് കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട് വളരെ ദൂരം മുന്നോട്ട് പോകാൻ ശേഷി ഉണ്ടായിട്ടും അതൊന്നും ആകാതെ പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഷൊർണൂർ. ഇതിനെല്ലാം പരിഹാരം വേണം. ഷൊർണൂർ ഇതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട്. ഷൊർണൂർ ഇങ്ങനെയൊന്നും അല്ല ആവേണ്ടത്. ഇതിനേക്കാൾ കൂടുതൽ ആവാനുള്ള എല്ലാ ശേഷിയും നൈസർഗികമായിട്ടുള്ള ക്ഷമതയുള്ള സ്ഥലമാണ് ഷൊർണൂർ. അങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ പൊളിറ്റിക്കൽ വില്ല് വേണം, ഇച്ഛാശക്തി വേണം, ഷൊർണൂരിലെ ജനങ്ങളോട് പ്രതിബദ്ധത വേണം, ഷൊർണൂർ എന്ന നാട് നന്നാവണമെന്ന ആഗ്രഹം വേണം, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള അറിവും അതിനുവേണ്ടി ഓടി നടക്കാനുള്ള ഊർജവും അത് നടത്തിയെടുക്കാനുള്ള ശേഷിയും വേണം. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പൊ റെയിൽവേയുടെ വികസനത്തിന്റെ കാര്യം, അല്ലെങ്കിൽ IT പാർക്കിന്റെ കാര്യം. ഇത് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധിക്കില്ല. കാരണം അവർ കേന്ദ്രത്തോട് ശത്രുതാ മനോഭാവം പുലർത്തുന്ന ആളുകളാണ്. കേന്ദ്രവുമായിട്ടൊരു ചർച്ചയും നടത്താൻ തയ്യാറല്ലാത്തവരാ. കേന്ദ്രം എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള പദ്ധതി നടപ്പാക്കിയാലും അത് കേരളത്തിൽ കൊണ്ടുവരില്ലെന്ന് വാശി പിടിക്കുന്നവരാ. അതിന്റെ ഗുണം ഒരിക്കലും മലയാളിക്ക് കിട്ടരുതെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. അവരെ കൊണ്ട് എങ്ങനെയാണ് സാധിക്കുക? അത് സാധിക്കാൻ BJPയുടെ പ്രതിനിധിക്ക് മാത്രമാണ്. കേന്ദ്രത്തിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഷൊർണൂരിനെ പറ്റി കൃത്യമായി പഠിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് കേന്ദ്രത്തിന്റെ അംഗീകാരം മേടിച്ച് അതിന് വേണ്ട ഫണ്ട് കൊണ്ടുവന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ 1000 കോടി രൂപയുടെ പദ്ധതികൾ കൊണ്ടുവരാൻ ശേഷിയുണ്ട് ഷൊർണൂരിന്. അങ്ങനെ കൊണ്ടുവന്നാൽ ഷൊർണൂരിന്റെ മുഖച്ഛായയും പ്രതിച്ഛായയും മാറും. ഷൊർണൂർ ഒരു എന്താ പറയുക, ഉയർന്നെഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ചെയ്യാൻ സാധിക്കുക ഒരു BJP പ്രതിനിധിക്ക് മാത്രമാണ്. നമ്മൾ പലപ്പോഴും ഡബിൾ എഞ്ചിൻ ഗവൺമെന്റുകളെ പറ്റി പറയാറുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും ഒരേ സർക്കാരുകൾ ഭരിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന്റെ പുരോഗതി വളരെ വേഗത്തിലാവും. കാരണം അവിടെ ഇവർ തമ്മിലുള്ള സംഘർഷങ്ങളില്ല. ഒരാൾ മറ്റൊരാളെ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ രണ്ടാൾക്കും ഒന്നിച്ച് യുനാനിമസ് ആയി ഹാർമോണിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി ഷൊർണൂർ മണ്ഡലത്തിൽ ഉണ്ടായാൽ സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേരിട്ടെത്തിക്കാനും ഷൊർണൂരിന്റെ വേഗത്തെ വളരെ വേഗത്തിലാക്കാനും ഷൊർണൂരിന്റെ സഞ്ചാരത്തെ കൂടുതൽ വേഗത്തിലാക്കാനും അയാൾക്ക് സാധിക്കും. അതുകൊണ്ട് BJP ആണ് ഷൊർണൂരിന്റെ ആൾട്ടർനേറ്റീവ്. ഷൊർണൂരിന് വേണ്ട മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം BJP ആണ്. അതുകൊണ്ട് ഇത്തവണ ഷൊർണൂർ BJPയെ തെരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ബോധ്യം. പ്രിയപ്പെട്ടവരെ, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, തിരക്കിലായതുകൊണ്ട് തന്നെ ശങ്കുജി കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം വിവരിച്ചിട്ടുണ്ട്. ഇനി ഷൊർണൂരിന്റെ വോട്ടേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത് 9-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാതെ തന്നെ ശങ്കുജി ഈ ഷൊർണൂരിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിരുത്തി കേട്ടുകൊണ്ടായിരിക്കണം 9-ാം തീയതി മാത്രം, കുറച്ച് നിമിഷം മാത്രം രാജാവാൻ നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ ആ വോട്ടവകാശം നിങ്ങൾ വിനിയോഗിക്കേണ്ടത്. അതുകൊണ്ട് കൂടുതൽ അവകാശവാദങ്ങളോ വാഗ്ദാനങ്ങളോ ഒന്നുമില്ല. ഷൊർണൂർ എന്ന് പറയുന്ന ആ നാടിനെ സേവിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഷൊർണൂർ നിവാസികളെ നിങ്ങൾ മാത്രമാണ് ഭാഗ്യവാന്മാർ. കാരണം ഡബിൾ എഞ്ചിൻ സർക്കാരിനെ കുറിച്ചൊന്നും നമ്മൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തൊക്കെ കുപ്രചരണങ്ങൾ അഴിച്ചു വിടുന്നുണ്ടെങ്കിൽ പോലും BJPയുടെ ഭരണസാരഥിക്ക് അല്ലാതെ ഇവിടെ മാറ്റങ്ങൾ വരുത്താനാവില്ല. അതുകൊണ്ടാണ് ഇവിടെ മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യം BJP വെക്കുമ്പോൾ മറ്റവർ പറയുന്നത് ഞങ്ങളല്ലാതെ എന്തിനാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തത് ഈ 10 വർഷം എന്ന ചോദ്യം ഉറക്കെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മറ്റവർക്ക് മുദ്രാവാക്യവുമില്ല, ഞങ്ങൾ നയിക്കുമെന്ന് മാത്രമാണ് പറയുന്നത്. എന്തിലേക്ക് നയിക്കും എന്നുള്ളത് വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ 69-70 വർഷമായിട്ട് ഈ കേരളത്തിൽ ഇവർ ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ട് എന്താണ് ഷൊർണൂരിന് കിട്ടിയതെന്ന് മാത്രം ഷൊർണൂർ നിവാസികൾ ചിന്തിക്കുക. എന്നിട്ട് മാത്രം നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്ന ആ ഒരു എളിയ അഭ്യർത്ഥനയോടെ തന്നെ തൽക്കാലം നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ ഭാരതം.